Watch India's largest kids library only on Jio Hotstar. Download the app now. ജനങ്ങളെ, ഈ സിറ്റിയിൽ നിന്ന് നിങ്ങൾ വേഗം പോയില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് വേഗം പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ജോൺ ആയിരിക്കും ഡാൻ. ജോൺ തന്നെയായിരിക്കും ഡാൻ. ഈ ഫുർഫുറി നഗരം മൊത്തം ഞാൻ നശിപ്പിക്കുക. എന്നിട്ട് ഈ ഫുർഫുറി പഞ്ചായത്ത് എന്റെ സ്വന്തമാക്കുക. ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങളുടെ റിപ്പോർട്ടറിന് ഈ അടുത്ത് തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടി. അത് കിട്ടിയത് തന്നെ ഒരു ഏലിയന്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങൾ ഫുർഫുറി നഗരവാസികൾക്ക് ഒരു അവസരം കൊടുത്തിരുന്നു. പക്ഷേ ആരും തന്നെ സ്ഥലം വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞതവർ കാര്യമായിട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി അവർക്ക് ഒരു അവസരവും തരാതെ ഞങ്ങൾ അവരെ തീർത്തും കൊന്നൊടുക്കാൻ പോവുകയാണ്. അത് മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സൈന്യം അവരെ ആക്രമിക്കാൻ പോവുകയാണ്. ഇനി എന്താ ചെയ്യാ? സത്യത്തിൽ നമുക്ക് ഫുർഫുറി നഗരം വിട്ടു പോകേണ്ടി വരുമോ? ദേ ഒരു കാര്യം, ഞാൻ ഏതായാലും ഇവിടുന്ന് പോകാൻ പോവുകയാ. കൂട്ടുകാരെ, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവരുത്. നമ്മൾ യുദ്ധം ചെയ്യണം. ആ ഏലിയൻസുമായി യുദ്ധം ചെയ്യണം. നമ്മളുടെ ഈ നാടിനു വേണ്ടി, നമ്മളുടെ ഈ നഗരത്തിന് വേണ്ടി, നമ്മുടെ ഈ വീടിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മതി മോട്ടു, എല്ലാം മനസ്സിലായി. പൊളിച്ചെടുത്തല്ല ഡോക്ടർ ചക്ക. ഏലിയനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നതിൽ എനിക്ക് തീരെ അനുഭവമില്ല കേട്ടോ. പക്ഷേ ഓടിപ്പോകുന്നില്ല എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വന്നേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓടി പോകാം. ഒന്നും മിണ്ടാതിരിക്കുക ഗൾസിറ്റാറാമേ. എതിർത്ത് നിൽക്കണമെന്ന് നമ്മുടെ സുഹൃത്ത് മോട്ടു ആഗ്രഹിച്ചെങ്കിൽ അത് തന്നെ ചെയ്യണം. നേരിടും. പത്ലു, എന്റെ ചങ്ക, ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും നമ്മൾ പോരാടാൻ തീരുമാനിച്ചില്ല. പക്ഷെ അത് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. അവരവരുടെ വീട്ടിലേക്ക് ചെല്ല്. ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ എല്ലാവരെയും അറിയിക്കാം. ഓക്കെ? നമുക്ക് ഏലിയൻസിന്റെ ഗെറ്റപ്പിൽ ഇവിടെ ഒളിച്ചിരിക്കാം. ഏലിയൻസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കും അവരുടെ കൂടെ ചേർന്ന് പോകാം. അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാന്നേ. ഓഹോ, അങ്ങനെയല്ലേ? കാണിച്ചു കൊടുക്കാം. യുവന്മാരുടെ പ്ലാനൊക്കെ ഞാൻ പൊളിച്ചടുക്കി കൊടുക്കുന്നതായിരിക്കും. മോട്ടു, പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങളെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല കേട്ടോ. ശരിക്കും ഏലിയനെ പോലെ തന്നെയുണ്ട്. ഓക്കെ വലിയേട്ടാ, താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഫുർഫുറി നഗരവാസികളെ, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അവരവിടെ വന്ന് നിങ്ങളെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ അയ്യോ ഏലിയൻസ് വന്നേ. മോട്ടു പത്ലുവല്ലേ പറഞ്ഞത്? എന്ത് വന്നാലും ഒരുമിച്ച് നേരിടണമെന്ന്. അടിക്കവരെ, അടിക്ക്, കൊനിച്ച് നിർത്തി ഇടിക്ക്. നോക്കണ്ട, ഇടിച്ചു പോകുമ്പോഴും കേക്ക്. വേണ്ട
തലകീഴായി പോയല്ലോ. ജനങ്ങൾ മുഴുവൻ നമ്മുടെ പുറകിലാണല്ലോ ഇപ്പോൾ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടു അതൊക്കെ പിന്നീട് ആലോചിക്കാം. ആദ്യം ഈ ഗെറ്റപ്പ് ഒന്ന് അഴിക്ക്. അയ്യോ, ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ. ഡോക്ടർ ജഡ്ക ഇതെന്ത് കെട്ടപ്പാ നമുക്ക് ഇട്ട് തന്നത്? കൂട്ടുകാരെ, അതേ കൂട്ടുകാരെ, ഞങ്ങളൊന്നും ഏലിയൻ അല്ല. ഞങ്ങൾ ചുമ്മാ ആ ഗെറ്റപ്പിൽ വന്നതേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഏലിയൻസ് തന്നെയാ. ഏലിയൻസ് മോട്ടുവിന്റെ പത്രവിന്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. ഡോക്ടർ ജഡ്ക പറഞ്ഞിരുന്നില്ലേ ഏലിയൻസിന് ഏത് വേഷവും മാറാൻ പറ്റുമെന്ന്. ഇടിച്ചവന്മാരെ കൂമ്പിളക്ക്. പൊളിച്ചെടുത്തല്ല മോട്ടുപത്ലു. ഇതെന്താ നിങ്ങക്ക് പറ്റിയത്? ആരാ നിങ്ങളെ തല്ലിയത്? അതെ, നമ്മുടെ ഈ പ്ലാൻ പൊളിഞ്ഞെന്ന് കരുതി നിങ്ങളൊന്നും പേടിക്കണ്ട. അടുത്ത പ്ലാൻ നമുക്ക് അടിപൊളിയാക്കിയേക്കാം. നമുക്ക് ആ ഏലിയൻസിനോട് തന്നെ ചോദിക്കാം എന്തിനാ ഇവിടെ വന്നത്, അതിന് മാത്രം എന്ത് ഭണ്ഡാരമായി ഫുർഫുര നേരത്തിൽ ഉള്ളതെന്ന്. പേടിക്കാതെ അങ്ങ് തുറന്നങ്ങ് ചോദിക്കാം. ആ, നമുക്കറിയണമല്ലോ എന്തിനാ നമ്മളെ അവരിവിടെ നിന്ന് പറഞ്ഞു വയ്ക്കാൻ പോകുന്നതെന്ന്. അത് നമ്മുടെ അവകാശം. ഞങ്ങൾ എങ്ങനെയാ അവനെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈ റഡാർ വെച്ച് അവർ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആ, നമുക്ക് ഒരു ചാലഞ്ച് അങ്ങ് കൊടുത്തേക്കാമെന്നേ. ചങ്കുകളെ ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ കാടിന്റെ നടുക്ക അവരുടെ സ്പേസ് ഷിപ്പ് നിൽക്കുന്നത് ഇതാ, കണ്ടില്ലേ? പയ്യെ പയ്യെ. കണ്ടിട്ട് ജോണിന്റെ വാൻ പോലെയുണ്ടല്ലോ. ഇനി ഒരു പക്ഷെ ജോണിനെ ആ ഏലിയൻസ് പിടിച്ചു കാണും. പക്ഷേ അവന്റെ വാൻ എന്തിനാ ഏലിയന്റെ സ്പേസ് ഷിപ്പ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഏലിയന്റെ കയ്യില് അവന്റേതായ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ. എന്റെ മോട്ടു, ഇതൊന്നും ഏലിയനും കേലിയനും ചെയ്തതല്ല, ജോണിന്റെ പണിയാ. അവൻ അവന്റെ വേന കൊണ്ട് ഒരു സ്പേസ് ഷിപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദേ കണ്ടില്ലേ, അതിന് മുകളിൽ ഹെലികോപ്റ്ററിനെ പോലെ ഒരു ഫാൻ വെച്ചിരിക്കുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇത് വലിയ ചതിയായി. ആ ജോണിനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണം. നാട്ടുകാരോടും ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാ മതി കേട്ടോ. അവനിട്ട് നമുക്ക് നല്ലൊരു പണി കൊടുക്കണം കേട്ടോ. നിങ്ങൾ എന്തു പറയുന്നു? എന്റെ പൈശാസിക ബുദ്ധിയിൽ തോന്നിയ അപകടകരമായ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കണ്ടില്ലേ? ഇവിടെ ഒരു ഒറ്റ എണ്ണം പോലും ഇല്ല. എല്ലാം വിട്ടുപോയെന്നാ തോന്നുന്നേ. ഇവിടെ ഒരു ഒറ്റ കുഞ്ഞു പോലും ഇല്ല. ഇനി മുതൽ ഈ ഫുർഫുറി നഗരം നമ്മുടെ സാമ്രാജ്യമാണ്. ഈ ജോൺ ദി ഡോൺ ആണ് ഇവിടുത്തെ രാജാവ്. ജോൺ ഡോൺ, ജോൺ ഡോൺ. കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. കവിതയാകട്ടെ ഇത് പൊണ്ടോരാവട്ടെ. സമയം കളയാതെ വേഗം പോയി വീട് ചെക്ക് ചെയ്യാൻ നോക്കണം. എന്നിട്ടുള്ളതല്ല ഇങ്ങ് എടുത്തോണ്ട് പോരെ. ടിവിയുടെ റിമോട്ടറാണെ പോലും വിടണ്ട, മനസ്സിലായോ? പോയി തകർക്ക് മക്കളെ. മുട്ടു സൂചി പോലും വെറുതെ കളയരുത്. ഇവിടെയുള്ളതല്ല നമ്മുടെ സ്വന്തമാ. ഇനിയിപ്പോ എങ്ങനെ ഓടണേ? ഇനി എന്ത് ചെയ്യും? ഞാനാണ്, ജോണാണ്. ഇവര് പറയുന്നത് വിശ്വസിക്കരുത്. ഇവർ ഏലിയൻ തന്നെയാണ്. ആദ്യം മോട്ടു പത്ലുവിനെ പോലെ വേഷം മാറി വന്നു. എന്നിട്ട് നമ്മുടെ തല്ലും കൊണ്ട് ഓടിപ്പോയവരല്ലേ. ഇവരെ തല്ല്, ഇവരെ നല്ലോണം തല്ലിക്കൊല്ല്. അത് പറയണത് ശരിയാ കേട്ടോ. അതെ
മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജോണാ, ജോൺ ദി ഡോൺ. എന്നെ അടിക്കലെന്ന് പറ. അതെ, എന്റെ കൂട്ടുകാരൻ ജോൺ. ജോൺ ദ ഡോൺ കള്ളനാണ്, ജയിലിൽ കിടക്കുന്നവനാണ്, കൊള്ളക്കാരനാണ്, വഞ്ചകനാണ്, തടിയനാണ്, ഹാബിയാണ്, കുള്ളനാണ്. പക്ഷേ ഏലിയൻ അല്ല, അറിയോ? ദേവൻ വലിയൊരു ശവത്തിൽ alien. കുത്തല്ലേ ഹേയ്, പോട്ടോ. നിങ്ങളുടെ ചെകുത്താൻ തലയില് വല്ല കൊടുങ്കാറ്റ് ബുദ്ധി ഉദിക്കുന്നുണ്ടോ? എനിക്കിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാം. നമുക്ക് ഇവിടുത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഈ ഏലിയൻസ് ഞങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്നൊരു എത്ത പിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ വൃത്തികെട്ട ബ്രെയിനൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അവരുടെ ബ്രെയിൻ എടുത്ത് വെക്കും. മമ്മി, ഫുർഫുറി നഗറിലെ ജനങ്ങളെ, ഈ ഏലിയൻസ് എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് ഞങ്ങളൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ഓക്കേ, ബൈ ബൈ മോട്ടു പത്ലു. ആരുമില്ല ഇവിടെ. ചിങ്ങം സാറേ, ചിങ്ങം സാർ എത്തിയോ? ചിങ്ങം സാറേ, ചിങ്ങം സാർ നമ്മളെ രക്ഷിക്കാൻ എത്തി. ചിങ്ങം സാറേ, കണ്ടതിൽ വളരെയധികം സന്തോഷം, വന്നതിലും സന്തോഷം. എന്റെ പൊന്നു സാർ, എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കണം. എന്നെ കൊണ്ടുപോയി ജയിലിൽ അടച്ചോളൂ. എന്നെ ജയിലിൽ അടയ്ക്കൂ പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.